ിലേക്ക് വിശദമായി നോക്കാം. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളെ പിടിയിൽ. പ്രതി അപ്പു എന്ന അഖിൽ ആണ് പോലീസ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് കൊലയിൽ നേരിട്ട് പങ്കെടുത്ത അഖിലിനെ പിടികൂടിയത്. കേസിൽ ഇനി 2 പേരാണ് പിടിയിലാകാനുള്ളത്. നേരത്തെ ഗൂഢാലോചനയിൽ പങ്കുള്ള 3 പ്രതികൾ കൂടി പിടിയിലായിരുന്നു. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, അഖിൽ കേസിലെ മുഖ്യപ്രതിയാണ്. എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? വിവരങ്ങൾ. ഈ കേസിലെ 1-ാം പ്രതിയാണ് പിടിയിലായിട്ടുള്ളത്. അപ്പു എന്ന് വിളിക്കുന്ന അഖിലാണ് കേസിലെ 1-ാം പ്രതി. ഈ കൊല്ലപ്പെട്ട അഖിലിന്റെ ശരീരത്തിൽ തുടർച്ചയായി ഭാരമുള്ള കല്ല് ഇട്ടത് അഖിലാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതും. നേരത്തെയുള്ള അനന്തു കേസിലെയും പ്രധാന പ്രതി അഖിൽ തന്നെയാണ്. ഈ അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇതുവരെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 5ആയി. ഇവർക്ക് സഹായം ചെയ്തവർ ഉൾപ്പെടെയാണ് പിടിയിലായത്. ഈ വാഹനം ഓടിച്ചിരുന്ന, അതായത് കൊലപാതകത്തിന് മുൻപ് പ്രതികൾ കരമനയിലേക്ക് എത്താൻ ഉപയോഗിച്ചിരുന്ന ഇന്നോവ കാർ ഓടിച്ചിരുന്ന പ്രതിയും നേരത്തെ പിടിയിലായിരുന്നു. അനീഷാണ് പിടിയിലായത്. അനീഷാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അനീഷിനും 2019 കൊലപാതകത്തിൽ പങ്കുണ്ട്. ഇവർ ഒരു സംഘം തന്നെയാണ് ഇപ്പോൾ 2ാമത്തെ കൊലപാതകവും ചെയ്തിരിക്കുന്നത്. ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രതികൾക്ക് ഒത്താശ ചെയ്ത, ഈ കൊലപാതകത്തിന് സഹായം ചെയ്ത ആളുകളാണ് ഈ 3 പേരും. ഇതിൽ പ്രധാനമായും ഈ കിരൺ കൃഷ്ണയുമായുള്ള അഖിലിന്റെ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം വൈകിട്ട് ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കമാണ്, പാപ്പനാംകോട്ടത്തെ ഒരു ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അന്ന് അവിടെ കൊല്ലപ്പെട്ട അഖിലിനൊപ്പമുള്ള 8-അംഗ സംഘവും ഈ പ്രതികളുടെ കൂടെയുള്ള 3-അംഗ സംഘം, അതിൽ കിരൺ കൃഷ്ണ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അഖിലും കിരണുമായി ഉണ്ടായ തർക്കം, ഇവർ തമ്മിലുണ്ടായ ഉന്തും തള്ളുമാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർച്ചയായി കമ്പിവടി കൊണ്ട് അഖിലിന്റെ തലക്കടിക്കുകയും പിന്നീട് ഭാരമുള്ള കല്ല് തുടർച്ചയായി 6 തവണ ശരീരത്തിലിടുകയും ചെയ്തു. ബന്ധുക്കളെത്തി, വീടിനടുത്ത് തന്നെയായിരുന്നു സംഭവം. ബന്ധുക്കളെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തലയോട്ടി 2ആയി പിളർന്ന നിലയിലായിരുന്നു. അവിടെ തന്നെ മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവർ ഇങ്ങനെ ക്രൂരമായി നടത്തുന്ന 2ാമത്തെ കൊലപാതകമാണ്. നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. 2019 കൊഞ്ചിറവള ക്ഷേത്രത്തിലെ ഒരു ചെറിയ തർക്കവുമായി ബന്ധപ്പെട്ടാണ് അന്ന് അനന്തു എന്ന യുവാവിനെ ബൈക്കിൽ ഇവർ കയറ്റിക്കൊണ്ടു പോകുന്നത്. പിന്നീട് ആളൊഴിഞ്ഞ പറമ്പിൽ തകർന്ന കെട്ടിടത്തിനുള്ളിൽ 1 ദിവസത്തോളം ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയിരുന്നു. അവിടെയും ഈ തരത്തിൽ തന്നെയാണ് കാലുകളിലെയും കൈകളിലെയും ഞരമ്പുകൾ മുറിക്കുകയും നഖം വീഴുകയും കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും തലയിൽ കരിക്ക് കൊണ്ട് ഇടിക്കുകയും ചെയ്തു. അന്ന് KGF സിനിമയിലെ സംഭാഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സിനിമയിലെ രംഗങ്ങൾ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇവർ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തത്. അതേ കേസിലെ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ളൊരു ക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നത്. സമാന രീതിയിൽ തന്നെയാണ്, ഏറ്റവും പൈശാചികമായ രീതിയിൽ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നു. ഇനി ഈ കേസിൽ 2 പേരാണ് പിടിയിലാകാനുള്ളത്. വിനീഷ്, സുമേഷ് എന്നിവരാണ് പിടിയിലാകാനുള്ളത്. ഈ അഖിൽ എന്ന പ്രതി ഇതിൽ പിടിയിലായിട്ടുണ്ട്. 3 പേർ ചേർന്നാണ് ഈ കൊലപാതകം നടത്തുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പാർവതി. വിനോദ്, ഈ 2 പേർക്കായി പോലീസ് തെരച്ചിൽ തമിഴ്നാട്ടിലേക്ക് അടക്കം വ്യാപിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഇവർക്ക് നേരത്തെയും തമിഴ്നാട് ബന്ധമുണ്ട്. ഇപ്പോൾ 1-ാം പ്രതി പിടിയിലായിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ഈ വാഹനം ഓടിച്ചിരുന്ന അനീഷ് പിടിയിലാകുന്നത് ബാലരാമപുരത്ത് നിന്നാണ്. ഇവർ തെക്കൻ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ തെക്കൻ പ്രദേശത്തേക്ക് കടന്നതായും പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പ്രധാന പ്രതികൾ ഉള്ള സാധ്യത നേരത്തെ തന്നെ പോലീസ് മനസ്സിലാക്കിയിരുന്നു. വിഴിഞ്ഞം ഭാഗത്തു നിന്നാണ് ഇവർ ഈ കൊലപാതകത്തിനുള്ള വാഹനം വാടകയ്ക്കെടുത്തത്. ആ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. വാഹനം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആ വാഹനം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർക്ക് തമിഴ്നാട് ബന്ധം ഉണ്ട് എന്ന ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ തിരച്ചിൽ നടത്തുന്നത്. 1-ാം പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പിടികൂടി. ഇനി 2 പേരാണ് ഈ സംഘത്തിലുള്ള, അതായത് CCTV ദൃശ്യങ്ങളിൽ കാണുന്നതിൽ 2 പേരാണ് ഇനി പിടിയിലാകാനുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തുന്നത്. ഇവരുടെ ബന്ധുക്കളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ സുഹൃത്തുക്കളെയും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അവരിൽ പലരെയും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിനീഷ്, സുമേഷ് എന്നിങ്ങനെ 2 പേരാണ് ഇനി പിടിയിലാകാനുള്ളത്. പറഞ്ഞു. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ അപ്പു എന്ന അഖിൽ പിടിയിലായിരിക്കുന്നു. ഇയാളെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇനി 2 പേരെ